സ്ത്രീകള് കൂട്ടിമുട്ടിച്ച മുട്ടൂരി അതപ്പോ തന്നെ പോലീസ് പൊക്കുകയും ചെയ്തെന്ന് കണ്ടായിരുന്നല്ലോ. ഉണ്ണിമുകുന്ദൻ മെസ്സേജ് അയച്ചിട്ട് അത് കണ്ടായിരുന്നു. നിങ്ങൾക്ക് സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് നിങ്ങൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്? അശ്രദ്ധകേടാണത്. നമ്മളെ ജീവനാണല്ലോ ഫസ്റ്റ്. ഇടവഴിയിലൂടെ ഞങ്ങള് പോരില്ല, നേർവഴിയിലൂടെ പോലും. തൊപ്പിയുടെ ഇഷ്യൂ അറിയാമോ? തൊപ്പി 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 ഞങ്ങൾക്ക് അറിയൂല. അറിയില്ല തൊപ്പിനെ? തൊപ്പീനെ അറിയും, പക്ഷെ ഇഷ്യൂ എന്താണെന്നൊന്നും അറിയൂല. അടിച്ചു പിരിഞ്ഞ് തൊപ്പി പിന്നെ പൊന്നു ചേട്ടായി ഞങ്ങൾ എന്താക്കാനാ? ഓപ്പറേഷൻ തൂഫാൻ ഇറങ്ങിയതൊക്കെ അറിയാലോ. ഓപ്പറേഷൻ തൂഫാൻ ഇല്ല, ആഭ്യന്തരമന്ത്രി പുതിയൊരു ഞാൻ നോക്കിയില്ലായിരുന്നു. ആഭ്യന്തരമന്ത്രി ആരാന്നറിയാം? അറിയാം. അതന്നെ കറക്റ്റ്. ഞാൻ വെറുതെ പറഞ്ഞത്. അല്ല, ഈ ഡ്രഗ്സ് ഫ്രീ സൊസൈറ്റിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു ഫോഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. അതിന്റെ പേര് ഓപ്പറേഷൻ തൂഫാൻ. സന്തോഷം, നല്ല കാര്യം. അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ വരണമല്ലോ. എന്ത് ഡ്രഗ്സിനെതിരെ ഞാൻ വേറെന്താ ഞാൻ കേട്ടില്ല. അത് വേറെ ക്യാപ്ഷൻ ഇട്ടിട്ടാ ഞാൻ തോക്കൂട്ടാ. എന്തെങ്കിലും സന്ദേശം കൊടുക്കാനുണ്ടോ? എന്തിന്? എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഒരു ഇത്തിരി ഇല്ല. അങ്ങനെ ഓരോ പരിപാടികൾ വന്നല്ലോ. ഡ്രഗ്സ് യൂസേജ് നല്ലതല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. പിന്നെ തുടച്ചു നീക്കാനായിട്ട് ഇങ്ങനെ ഓരോ പരിപാടികൾ മനസ്സിലാക്കുന്ന കാര്യം. ഒരുപാട് ജെൻസി പിള്ളേർ ഇതിൽ ഇൻവോൾവ് ആവുന്ന അങ്ങനെ ഒരുപാട് ടോക്സ് ഉണ്ട്. അതുപോലെ അതാണ് കറന്റ് സിനാരി. അതാണ്. പിന്നെ ഈ അടുത്തും പെരുമ്പാവൂര് ജെൻസികളല്ലാത്ത ആൾക്കാരും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ജെൻസിനെ മാത്രമല്ല ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയാം, ഇൻസ്റ്റെഡ് ഓഫ് ജെൻസികൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. അതിന് വേറെ അല്ലേ അല്ലേ? പുതിയ രീതിയിലുള്ള ന്യൂ ജനറേഷൻ ഡ്രഗ്സ് ഒക്കെ ജെൻസീസ് അല്ല യൂസ് ചെയ്യുന്നത്. എന്താ ബാക്കിയുള്ളവർ യൂസ് ചെയ്താ യൂസ് ആവൂലെന്നൊക്കെ അങ്ങനെയൊന്നുമില്ല. യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മള് തിരിക്കുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ട്. എറണാകുളത്ത് കഴിഞ്ഞ ദിവസം UC കോളേജിന്റെ അടുത്ത് ഒരു ഞാൻ കണ്ടായിരുന്നു, പെരുമ്പാവൂർ ഒരു കണ്ടായിരുന്നു. പെരുമ്പാവൂർ UC കോളേജിന്റെ അടുത്ത് രാത്രിയിൽ ഒരു ലേഡി. ഞാൻ അത് കണ്ടില്ല, പെരുമ്പാവൂരത്തെ കണ്ടിരുന്നു. അതപ്പോ തന്നെ പോലീസ് പൊക്കുകയും ചെയ്തെന്ന് കണ്ടായിരുന്നല്ലോ. ഉണ്ണിമുകുന്ദൻ മെസ്സേജ് അയച്ചിട്ട് അത് കണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര അപ്പൊ തന്നെ റെസ്പോൺസീവ് ആയത് നല്ലൊരു ഇതായിട്ട് തോന്നി. നല്ല ആൾക്കാർക്ക് ഒരു പേടി വരത്തുള്ളൂ. നമ്മുടെ നിയമം ഒന്നും കൂടെ ശക്തമായാൽ യൂസ് ചെയ്താൽ പണി കിട്ടും എന്നുള്ളൊരിത് വന്നല്ലോ. നിങ്ങൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ കേരള പോലീസിന്റെ പേജോട്ട് ഷെയർ ചെയ്യാതെ അവർക്ക് ടാഗ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായും. ട്രാഫിക് വയലേഷൻസ് നേരെ ട്രാഫിക്കിൽ പോയാ അല്ല, അതും ട്രാഫിക് വയലേഷൻസും ഒക്കെ വരുവാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇൻഫോം ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല. ഇനി അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്ലാൻ ഉണ്ട്. പെൺകുട്ടികൾ പൊതുവെ വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ വളരെ മോശമാണെന്ന് കേട്ടിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞു. ആരാ പറഞ്ഞത്? ക്യാമറ തിരിക്കട്ടെ. അല്ല, റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലേക്ക് പോവുക, ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ റൈറ്റിലേക്ക് പോവുക, അങ്ങനെ കുറെ കലാപരിപാടികളൊക്കെ ലേഡീസ്. അറിയാത്തവർ പഠിച്ചു വരുന്നവർ അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് തെറ്റുകളൊക്കെ പറ്റും. അപ്പൊ എങ്ങനെ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് നിങ്ങൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്? അത് നമുക്ക് കാണാൻ പറ്റും. നമ്മള് സ്ഥിരം പോകണം. അത് നിങ്ങൾ സ്ത്രീകളെ മാത്രമേ കാണുള്ളൂ. അത് നോട്ടത്തിന്റെ പ്രശ്നം. അതിപ്പോ എല്ലാരും നോക്കിയാ ബൈക്ക് വെച്ച് അങ്ങ് വന്ന് കേറി. അപ്പൊ അതെന്താ സ്ത്രീയാണോ? അല്ല, പുരുഷനാണത്. അതെന്താണ്? അശ്രദ്ധകേടാണത്. അത് ഏത് മനുഷ്യനും ഉണ്ടാവാം. മനസ്സിലായോ? ശ്രദ്ധിക്കുക, നോക്കി വണ്ടി ഓടിക്കുക. Don't drink and drive. തീർച്ചയായും. Don't drink and drive. Don't ask stupid questions. Stupid question ആണോ? പിന്നെ അല്ലാതെ എന്താ പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കുക, അത് ഒരു ഇതായിട്ട് കേൾക്കുന്നതാണ്. പെണ്ണുങ്ങളെ ഭയങ്കര ലോ ആയിട്ട് കാണുന്ന ആൾക്കാർ പറയുന്ന ഒരു വർത്താനായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പൊതുവെ അങ്ങനെ കാണാറുണ്ട്. ഒരുപാട് നമ്മള് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഇപ്പൊ കണ്ടില്ലേ? ഒരു ചേട്ടൻ ഇങ്ങടാ വന്ന് വണ്ടി ഇടിച്ചേന്ന്. ചേട്ടൻ ഇങ്ങടാ വന്ന് വണ്ടി. അതൊരു ഒറ്റ വരവ്, ഒരു സ്വിഗ്ഗി ഓടിക്കുന്ന ചേട്ടൻ. അപ്പൊ അതെന്താണ് കാരണം? രണ്ടറ്റം കൂട്ടിക്കാൻ വേണ്ടി ഓടുന്നതായിരിക്കും. അത് ഉറപ്പായിട്ടും അങ്ങനല്ലേ? ഇപ്പൊ സ്വിഗ്ഗി ഓടുന്ന സ്ത്രീകള് കൂട്ടിമുട്ടിച്ച മുട്ടൂരി അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതല്ല പറഞ്ഞത്, അശ്രദ്ധകേട്. ഇപ്പൊ അതല്ലല്ലോ ടോപ്പിക്. രണ്ടറ്റം കൂട്ടിക്കാൻ അശ്രദ്ധകേടാണത്. നമ്മളെ ജീവനാണല്ലോ ഫസ്റ്റ്. അധ്വാനിക്കാൻ പറ്റിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ? ഇല്ല, അങ്ങനെ ഒന്നും പറ്റില്ല. ഹോസ്പിറ്റലിൽ പോണോ ചോദിക്കൊന്നും പറ്റിയില്ല. അപ്പൊ വേണ്ട പറഞ്ഞു. ഇല്ല, അറിയാം, രണ്ടുപേർക്കും മുന്നേ തന്നെ ലൈസൻസ് എടുത്ത് കോളേജ് ടൈമില് അങ്ങോട്ട് തെളിയില്ല.
തെളിയിച്ചു വിടും കഴിയില്ല. തെളിഞ്ഞിട്ടൊക്കെ ഉണ്ടോളൂ ഓടിക്കുകയൊക്കെ ചെയ്യും. ഇവിടുന്ന് കോഴിക്കോട് വരെ ഓടിച്ചു. ഇടവഴിയിൽ ഇടവഴിയിലൂടെ ഞങ്ങൾ പോലില്ല, നേർവഴിയിലൂടെ പോലും. അല്ല ഞാൻ ചേട്ടൻ പോലുണ്ടോ? വേണ്ടട്ടോ, നന്നായിട്ട് നല്ലോണം പഠിക്കുമോ ഇടവഴിയിൽ? അങ്ങനത്തെ പണികളൊന്നും പഠിക്കണ്ട. ഞങ്ങള് നേർവഴിക്കുള്ള നല്ല വഴികളിലൂടെ പോയിട്ട് പഠിച്ചു.